നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. കേരളം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രത്തിന് പിന്നാലെ വരുന്ന ബജറ്റിൽ വരുമാന വർധനയ്ക്ക് എന്തൊക്കെ പ്രഖ്യാപിക്കും എന്ന കാര്യത്തിലാണ് ആകാംക്ഷ. നികുതിയേതര വരുമാനം കൂട്ടാനും കേന്ദ്രവിഹിതം പരമാവധി നേടിയെടുക്കാനുമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തിന്റെ കടം 5.07 ലക്ഷം കോടിയിലെത്തി നിൽക്കെ ഇവയ്ക്ക് പണം കണ്ടെത്താനുള്ള വഴികളും മുഖ്യമന്ത്രിക്ക് ഉൾക്കൊള്ളിക്കേണ്ടി വരും. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കപ്പലിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നെഴുതിയ സംഭവത്തിൽ കൊച്ചി സിറ്റി പോലീസും അന്വേഷണം തുടങ്ങി. ആഭ്യന്തര അന്വേഷണത്തിന് ശേഷം കപ്പൽശാല വിവരം പോലീസിന് കൈമാറി. FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഉടൻ കേസെടുത്തേക്കും. ആദ്യഘട്ടത്തിൽ സംഭവ ദിവസം കപ്പലിൽ കയറിയവരുടെ മൊഴിയെടുക്കും. സ്ഥിരം ജീവനക്കാരെയും കോൺട്രാക്ടർമാരുടെ കരാർ തൊഴിലാളികളെയും പ്രത്യേകം ചോദ്യം ചെയ്യും. ഗൗരവം കണക്കിലെടുത്ത് സമഗ്ര അന്വേഷണമാണ് നടക്കുക. കേന്ദ്ര ഏജൻസികളും രംഗത്തുണ്ട്. വീട്ടിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന കണ്ണൂർ സർവകലാശാലയിലെ ഗസ്റ്റ് അധ്യാപിക ആദിത്യ അനിൽകുമാർ മരിച്ചു. 28 വയസ്സായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് 4:30യോടെയാണ് മരിച്ചത്. പന്ന്യന്നൂർ മനേക്കരയിലെ ആൺ സുഹൃത്ത് മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. കേസിൽ അന്തിമ റിപ്പോർട്ട് എന്ന് സമർപ്പിക്കാനാകുമെന്ന് ഈ മാസം 29-നകം അറിയിക്കാൻ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. കേസിന്റെ ഗൗരവം പരിശോധിക്കേണ്ട രേഖകളുടെ വ്യാപ്തിയും കണക്കിലെടുത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ ഇതിനകം തന്നെ മതിയായ സാവകാശം നൽകിയിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സമയം അനുവദിക്കാനാകില്ലെന്നാണ് കോടതിയുടെ നിലപാട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വ്യാഴാഴ്ച SIT കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. ഗവി വനമേഖലയിലെ അങ്കണവാടിയിലെ ജീവനക്കാരി മേനകയെ വനത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയായ മൂഴിയിൽ ആദിവാസി ഉന്നതിയിൽ വിനോദ് കുറ്റം സമ്മതിച്ചു. വാക്കുതർക്കത്തിനിടയിൽ പിടിച്ചു തള്ളിയപ്പോൾ തല കല്ലിലിടിക്കുകയായിരുന്നുവെന്നും എന്നാൽ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നുമാണ് പ്രതിയുടെ മൊഴി. എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. തോട്ടിൽ മരിച്ച നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. അതേസമയം അപകടത്തിലാണെന്ന സൂചന യുവതി ഫോണിലൂടെ ബന്ധുക്കളെ അറിയിച്ചിരുന്നുവെന്നാണ് വിവരം. ഇതിനിടെ 4 പേർ ചേർന്ന് യുവതിയെ ബലം പ്രയോഗിച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയതായും പ്രതികളിൽ ഒരാൾ പത്തനംതിട്ട ഗവി റൂട്ടിലോടുന്ന KSRTC ബസ്സിൽ കയറി കുമളി ഭാഗത്തേക്ക് രക്ഷപ്പെട്ടതായും ദൃക്സാക്ഷി എന്ന് കരുതുന്ന ആൾ പോലീസിനെ അറിയിച്ചിരുന്നു. പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന സംശയമാണ് ഉയരുന്നത്. വീട്ടിൽ നിന്ന് ദിവസവും നടന്നാണ് യുവതി അങ്കണവാടിയിലേക്ക് പോയിരുന്നത്. 3 വർഷത്തിലധികമായി യുവതി അങ്കണവാടിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 3 കിലോമീറ്റർ ദൂരമാണ് യുവതിയുടെ വീട്ടിൽ നിന്ന് അങ്കണവാടിയിലേക്കുള്ളത്. ഇടുക്കി കുമളി വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഗവി KFDC ജീവനക്കാരൻ സുരേഷിന്റെ ഭാര്യയാണ് മേനക. മകൾ സഞ്ജന. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടി സ്റ്റേ ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. റീന നൽകിയ ഹർജിയിലാണ് നടപടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാരിനോട് ആലോചിക്കാതെ ഡയറക്ടർ തീരുമാനങ്ങൾ എടുത്തെന്നും സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരെയും തുരപ്പൻ പണിയെടുക്കുന്നവരെയും മാറ്റുമെന്നുമായിരുന്നു ആരോഗ്യമന്ത്രി K മുരളീധരൻ നേരത്തെ പ്രതികരിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നടപടി സ്റ്റേ ചെയ്തത് ആരോഗ്യവകുപ്പിനും വലിയ തിരിച്ചടിയാണ്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ സ്ഥലമാറ്റത്തെ റീന എതിർത്തിരുന്നു. കാലാവധി അവസാനിച്ചെന്നും പകർച്ചവ്യാധി പടരുന്നതിനിടെ 15 ദിവസം അവധിയെടുത്തെന്നും ആരോപിച്ചാണ് ആദ്യം പുറത്താക്കിയത്. എന്നാൽ 2.5 ദിവസത്തെ അവധി മാത്രം ആവശ്യപ്പെട്ട് റീന അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് മങ്കിപോക്സ് എംപോക്സ് സ്ഥിരീകരിച്ചു. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്തിയ ആൾക്കാണ് രോഗം. തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്ത് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. കോഴിക്കോട് കുറ്റ്യാടി നീലേച്ചുകുന്നിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ യുവതിക്കും യുവാവിനും നേരെ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും. മറ്റൊരു കാറിലിടിച്ച് നിർത്താതെ പോയെന്നാരോപിച്ച് നാട്ടുകാരും പോലീസും പിന്തുടർന്ന് തടഞ്ഞുവെച്ച ശേഷമാണ് കാറിലുണ്ടായിരുന്ന ഇരുവർക്കും നേരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആക്രമണമുണ്ടായത്. കാർ ഓടിച്ച യുവാവ് കാപ്പ കേസ് പ്രതിയാണെന്നും ഇവരുടെ പക്കൽ ലഹരിമരുന്നുണ്ടെന്നും ആരോപിച്ചായിരുന്നു പരസ്യ വിചാരണയും മർദ്ദനവുമെങ്കിലും വാഹനത്തിൽ നിന്ന് ലഹരിമരുന്നുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. പോലീസിന്റെ തൊട്ടുമുന്നിൽ വെച്ചാണ് ജനക്കൂട്ടം ഇരുവരെയും പിടിച്ചിറക്കി മർദ്ദിച്ചതെങ്കിലും ഇത് തടയാൻ പോലീസ് യാതൊരു ശ്രമവും നടത്തിയില്ലെന്ന ആക്ഷേപം ശക്തമാണ്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. തലസ്ഥാനത്തെ മെട്രോയുടെ പദ്ധതി രേഖ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അടുത്തയാഴ്ച സർക്കാരിന് കൈമാറിയേക്കും. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചാൽ പദ്ധതി രേഖ കേന്ദ്രാനുമതിക്ക് അയക്കും. പാപ്പനംകോട് നിന്ന് കിള്ളിപ്പാലം, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ,
കാര്യവട്ടം വഴി കഴക്കൂട്ടം വരെയും അവിടെ നിന്ന് ടെക്നോപാർക്ക് ആക്കുളം ചാക്ക വഴി ഈഞ്ചക്കൽ വരെയും എത്തുന്ന 31 കിലോമീറ്ററിലാണ് അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ആറ്റിങ്ങൽ വരെയും നെയ്യാറ്റിങ്കര വരെയും നീട്ടാവുന്ന തരത്തിലുള്ള അലൈൻമെന്റാണിത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ വ്യാജ കരാർ രേഖകൾ തയ്യാറാക്കി 300 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ നീക്കം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. മലപ്പുറം സ്വദേശിയായ സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. സീപോർട്ട് ലിമിറ്റഡിന്റെ പേരിൽ വ്യാജ കരാർ രേഖകളും സംസ്ഥാന സർക്കാരിന്റെ പേരിൽ വ്യാജ ടെൻഡറുകളും ഉണ്ടാക്കിയാണ് തട്ടിപ്പിന് നീക്കം നടത്തിയത്. മുൻ വിഴിഞ്ഞം CMD ആയിരുന്ന ദിവ്യ S. അയ്യരുടെ പേരുൾപ്പെടെ ഈ വ്യാജരേഖകളിൽ പരാമർശിക്കുന്നുണ്ട്. ദിവ്യ S. അയ്യരുടെ ഡിജിറ്റൽ ഒപ്പ് വ്യാജമായി ചമച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഈ വ്യാജരേഖ കാണിച്ച് പ്രതി പലരിൽ നിന്നായി കോടികൾ തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ചിലതുൾപ്പെടെ അന്താരാഷ്ട്ര അവയവദാന മാറ്റിവെക്കൽ മാഫിയയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ സംസ്ഥാനത്താകെ ED നടത്തിയ റെയ്ഡിലൂടെ പുറത്തുവന്നത്. അവയവമാറ്റ രംഗത്ത് ചതിയും ചൂഷണവും വ്യാപകമായപ്പോഴാണ് രക്തബന്ധമുള്ളവർ തമ്മിലെ അവയവമാറ്റം നടത്താവൂ എന്നതുൾപ്പെടെ ഒട്ടേറെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തി നിയമനിർമ്മാണം നടത്തിയത്. എന്നാൽ ഇതെല്ലാം മറികടന്നുള്ള മാഫിയകളുടെ പ്രവർത്തനമാണ് ED റെയ്ഡിലെത്തിച്ചത്. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി റെയിൽവേ മലബാറിലേക്ക് 3 പ്രത്യേക തീവണ്ടികൾ ഓടിക്കും. ഞായറാഴ്ച 2 മെമു വണ്ടികളും ഒരു പാസഞ്ചർ വണ്ടിയുമാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓടിക്കുന്നത്. റെയിൽവേ കൗണ്ടറുകൾ, ATVM മെഷീൻ, റെയിൽ 1 ആപ്പ് എന്നിവയിലൂടെ ടിക്കറ്റ് എടുക്കാം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് നീറ്റ് പരീക്ഷാ സമയം. വൈകിട്ട് 5:56 കാസർഗോഡ് എത്തുന്ന മംഗളൂരു കണ്ണൂരു പാസഞ്ചറിനെ ആശ്രയിക്കാം. പാലക്കാട് കാസർഗോഡ് അൺറിസർവ്ഡ് മെമു ഞായറാഴ്ച രാവിലെ 5:50 പാലക്കാട് നിന്ന് പുറപ്പെടും. 11:30 കാസർഗോഡ് എത്തും. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധത്തിനായി ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ച ഡ്രൈ ഡേ ഇന്ന് സ്കൂളുകളിൽ ആചരിക്കും. ശനിയാഴ്ച സർക്കാർ സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ശുചീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്കും കളക്ടർമാരും ആരോഗ്യമന്ത്രി K. മുരളീധരൻ ബുധനാഴ്ച നടത്തിയ യോഗത്തിലാണ് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനമായത്. ഛത്തീസ്ഗഡിലെ കോറിയ ജില്ലയിൽ മണൽ ഖനന മാഫിയയെ എതിർത്തുനിന്നിരുന്ന BJP നേതാവിനെ വാഹനം തടഞ്ഞ് അക്രമികൾ ജീവനോടെ തീവെച്ചു കൊന്നു. മണൽ ഇടപാട് തർക്കവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ ഒരു BJP നേതാവും മറ്റു 2 പേരും സഞ്ചരിക്കുന്ന SUV ട്രക്കുകൾക്കിടയിൽ തടഞ്ഞിട്ട ശേഷം തീയിടുകയായിരുന്നു. തുടർന്ന് ജീവനോടെ കത്തിച്ചതായാണ് പോലീസ് പറയുന്നത്. 100 വർഷം പഴക്കമുള്ള ദേവീക്ഷേത്രത്തിന് സമീപം പള്ളി പടുതുയർത്താനുള്ള നീക്കം തടഞ്ഞ് മദ്രാസ് ഹൈക്കോടതി. കോയമ്പത്തൂർ കാലാപ്പട്ടി മെയിൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന മാരിയമ്മൻ ക്ഷേത്രത്തിന് സമീപമുള്ള ക്രിസ്ത്യൻ പള്ളിയുടെ നിർമ്മാണമാണ് കോടതി സ്റ്റേ ചെയ്തത്. ജസ്റ്റിസ് GR സ്വാമിനാഥൻ, ജസ്റ്റിസ് V. ലക്ഷ്മി നാരായൺ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജില്ലാ കളക്ടറും റവന്യൂ ഡിവിഷണൽ ഓഫീസറും പുറപ്പെടുവിച്ച ഉത്തരവുകൾ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ച പ്രദേശവാസിയായ ബാലസുബ്രഹ്മണ്യം സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് തീരുമാനം. ക്രോസ് വോട്ടിംഗിനിടെ വ്യാഴാഴ്ച നടന്ന ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് NDA പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നാഥ്വാനി കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണബ് ഝായെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ സീറ്റ് ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച JMM സ്ഥാനാർത്ഥി ബൈദ്യനാഥ് റാം നേടി. തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് നടന്നു. 3 വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിച്ചു. ഇതിൽ 2 BJP MLA-മാരുടെയും 1 കോൺഗ്രസ് MLA-യുടെയും വോട്ടുകളാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ടെലിഗ്രാം മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ടെലിഗ്രാം സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വെള്ളിയാഴ്ച രാവിലെ 10:30 വിധി പറയും. നീറ്റ് പരീക്ഷാ സാമഗ്രികളുടെ ചോർച്ചയിലും പ്രചാരണത്തിലും ഉൾപ്പെട്ട സംഘടിത തട്ടിപ്പ് ശൃംഖലകൾക്കുള്ള ഒരു പ്രധാന ഉപകരണമായി ടെലിഗ്രാം മാറിയെന്ന് വാദിച്ചുകൊണ്ട് ജൂൺ 22 വരെ ടെലിഗ്രാമിലേക്കുള്ള ആക്സസ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനത്തെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ടെലിഗ്രാമിന്റെ വലിയ തോതിലുള്ള ദുരുപയോഗം സൂചിപ്പിക്കുന്ന വിശ്വസനീയമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചതിന് ശേഷമാണ് ബ്ലോക്ക് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് വാദം കേൾക്കുന്നതിനിടെ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് 1 ദിവസത്തിന് ശേഷം ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് ലക്ഷ്യം വെച്ച് അമേരിക്കൻ നേതാവ് ഒരു കരാറിനായി ആഗ്രഹിക്കുന്നുവെന്നും അത് ഉറപ്പാക്കാൻ എല്ലാത്തരം സ്വാധീനങ്ങളും ഉപയോഗിച്ചുവെന്നും അവകാശപ്പെട്ടു. ഷെർവുഡ് വനത്തിലെ 1200 വർഷം പഴക്കമുള്ള മേജർ ഓക്ക് ഈ വസന്തകാലത്ത് ഇലകൾ മുളയ്ക്കാത്തതിനെ തുടർന്ന് നശിച്ചുപോയതായി വിശ്വസിക്കുന്നുവെന്ന് റോയൽ സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് വ്യാഴാഴ്ച പറഞ്ഞു.
കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി നോട്ടിംഗ്ഹാമിൽ ആ മരത്തിന്റെ വളഞ്ഞ കൊമ്പുകളും വിശാലമായ മേലാപ്പും കണ്ട സന്ദർശകർക്ക് ചുറ്റുമുള്ള മണ്ണ് ഞെരുങ്ങി മഴ അതിന്റെ വേരുകളിൽ എത്താൻ ബുദ്ധിമുട്ടായതായി സംരക്ഷണ സംഘം പറഞ്ഞു. 13-ാം നൂറ്റാണ്ടിലെ ഐതിഹാസിക കൊള്ളക്കാരനായ റോബിൻ വുഡിന് അഭയം നൽകിയിരുന്നത് ഈ മരമാണെന്ന് പറയപ്പെടുന്നു. ഗ്രൂപ്പ് ബിയിൽ ഖത്തറിനെതിരായ മത്സരത്തിൽ ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് കാനഡ വിജയിച്ചത്. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക്കാണ് മത്സരത്തിൽ എടുത്തു പറയേണ്ട പ്രകടനം. തുടർച്ചയായി കാനഡ ഗോൾ നേടുമ്പോഴും ഫൗളുകളല്ലാതെ ഖത്തർ താരങ്ങളിൽ നിന്ന് ഒന്നും ആരാധകർക്ക് കാണാനായില്ല. ഒരു വമ്പൻ ഫൗൾ അടക്കം അവരുടെ 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടിയും വന്നു. ഇതോടെ ആകെ 8 പേരെ വെച്ചാണ് ഖത്തർ തുടർന്ന് കളിച്ചത്. മലയാളി താരം തഹസിൻ മുഹമ്മദ് കളിച്ചില്ല. മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ കനേഡിയൻ താരം ഇസ്മായിൽ കോനയെ ഖത്തർ താരം അസിം മാൻഡിബോ ഫൗൾ ചെയ്തതോടെ മത്സരം ഏറെ നേരം തടസ്സപ്പെടുകയും ചെയ്തു. കോനയുടെ ഇടത് കാൽ ഒടിഞ്ഞു തൂങ്ങി. പെട്ടെന്ന് തന്നെ മെഡിക്കൽ സംഘം സ്ഥലത്തെത്തി പരിശോധിച്ച് കോനയുടെ കാലിൽ ഒടിവ് കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.